വചനത്തിലേക്ക് ഇന്ന് പകൽ നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ ദൈവസ്ഥനായിരിക്കുമ്പോൾ നമ്പേഴ്സ് സംഖ്യാപുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. സംഖ്യാപുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം എന്ന് വായിച്ചു. സംഖ്യ 24:5. और हम आइए गिनती 24 का 5 पढ़ेंगे। हे याकूब तेरे डेरे और हे इस्राएल तेरे निवास स्थान क्या ही बन भावने हैं. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം. വളരെ ശ്രദ്ധയോടെ ഇനി ആയിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. और बहुत ही ध्यान पूर्वक परमेश्वर की संगति में रहे, ये मैं आपसे अपेक्षा करता हूँ. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. हे याकूब तेरे डेरे और हे इस्राएल तेरे निवास स्थान क्या ही मन भावने हैं. നമ്മൾ സങ്കീർത്തനം വായിച്ച ഇത് തന്നെയാണ്. ദൈവമേ, തിരുനിവാസം എത്ര മനോഹരം. और हमने भजन संगीता में भी यही पढ़ा है कि हे सेनाओं के यहोवा तेरे निवास क्या ही प्रिय है. ഈ 2025 സെപ്റ്റംബർ മാസം 28-ാം തീയതി പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് തരാൻ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശം ഇതാണ്: ദൈവമേ, മനോഹരമായ ദൈവത്തിന്റെ ആരാധന. और ये 2025 में सितंबर 28 तारीख को परमेश्वर की आत्मा ने आपको देने के लिए मुझे यही बताया है कि हे यहोवा तेरे निवास स्थान क्या ही प्रिय है. ഈ മനോഹരം എന്നുള്ള വാക്ക് പലപ്പോഴും നാം കേൾക്കുമ്പോൾ നമ്മുടെ സൗന്ദര്യത്തോട് നമ്മൾ അത് കൂട്ടിച്ചേർക്കാറുണ്ട്. और कई बार जब ये मनोहरता को हम देखते हैं, इस वाक्य को हम सौंदर्यता से तुलना करते हैं. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ചിലവ് കൂടിയ 3 മേഖലകളുണ്ട്. और एक मनुष्य के जीवन में सबसे ज्यादा खर्च होने वाले 3 अवस्थाएं होती है. ഒന്ന്, ഭക്ഷണത്തിനുള്ള ചിലവ്. सबसे पहला होता है भोजन में काफी पैसे खर्च होते കാരണം हैं, നമ്മൾ രാവിലെ കഴിക്കുന്നത് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, क्योंकि जो हम सुबह खाते हैं वो दोपहर को नहीं खा सकते, ഉച്ചയ്ക്ക് കഴിക്കുന്ന രാവിലെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, और दोपहर को जो खाना खाते हैं वो सुबह नहीं खा सकते, ऐसी अवस्था. ഓരോ ദിവസവും നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ മാറി വരുമ്പോൾ നല്ല ചിലവാണ് ആഹാരത്തിന്. और दिन के हर एक पल में जब हमारे भोजन वस्तुएं अलग अलग तरह के होते हैं, हमारे व्यंजन, तो बहुत खर्चा हो जाता है. രണ്ടാമത്തെ ചിലവാണ് ആരോഗ്യ രംഗത്തെ ചിലവ്. दूसरा खर्चा आता है हमारे जीवन में हमारे स्वास्थ्य संबंधित खर्चे. ആഹാരത്തിന് മുൻപേ ഉള്ള ഗുളികകൾ, और भोजन से पहले जो गोली हमें खानी है, ആഹാരം കഴിഞ്ഞുള്ള ഗുളിക, और भोजन के पश्चात जो हमें खाना है, കിടക്കാൻ തുടങ്ങുന്നതിന് മുന്നമേ ഉള്ള ഗുളിക, और सोने से पहले हमें कौन सा जो है दवाई लेनी है. മൂന്നാമതായി ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന മേഖലയാണ് और तीसरी जो हमारी ऐसी चीज है जहाँ खर्चा होता है, സൗന്ദര്യ വസ്തുക്കൾ. जो हमारी खूबसूरती बढ़ाने के लिए, सौंदर्य बढ़ाने के लिए जो चीजें होती है. സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, അതുപോലെയുള്ള പാർലറുകൾ. और सौंदर्य को बढ़ाने वाली जो चीजें है या ब्यूटी पार्लर है. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, വലിയ വലിയ റെസ്റ്റോറന്റിന്റെയും വലിയ വലിയ ഹോട്ടലുകളുടെ ഒക്കെ തൊട്ട് മുമ്പിൽ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. और आपने पता नहीं ध्यान दिया होगा या नहीं दिया होगा, जो बड़े बड़े होटल या रेस्टोरेंट है उनके साथ में ही जो है मेडिकल शॉप होते हैं. കാരണം ഈ മെഡിക്കൽ സ്റ്റോർ അവിടെ തുടങ്ങിയവൻ അറിയാം അവിടെ നിന്ന് നന്നായി കഴിച്ചാൽ ഇവൻ ഇവിടെ വന്ന് ഗുളിക മേടിച്ചിട്ടേ പോകത്തുള്ളൂ. क्योंकि मेडिकल स्टोर वाला अच्छे से जानता है कि अगर वो पेट भर के वहां से खाएगा तो यहाँ से दवाई जरूर लेगा. ഈ 3 മാർക്കറ്റുകളാണ് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും നമുക്ക് ചിലവ് വരുന്ന और മാർക്കറ്റ്. ये 3 तरह के ऐसे मार्केट है जो आज के समय में सबसे ज्यादा खर्चा जहाँ होता है. എന്നാൽ തിരുവചനം പറയുന്ന മനോഹാരിത എന്താണെന്നുള്ളതാണ് ഞാൻ വചനത്തിലേക്ക് കയറുന്നത്. लेकिन हमें वचन क्या बताती है, मन भावना क्या है, उसकी तरफ मैं आपकी ध्यान को केंद्रित करता ബൈബിൾ हूँ. നമ്മളെ പഠിപ്പിക്കുന്ന സൗന്ദര്യം എന്താണെന്നുള്ളതാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. और बाइबल हमें क्या सिखाती है वो मैं आपको बताऊंगा. कौन सी सुंदरता के बारे में वो बताती ഇവിടെ है. വായിച്ച വചനം കണ്ടോ? യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. और यहाँ जैसे हमने पढ़ा है, हे याकूब तेरे डेरे और हे इस्राएल तेरे निवास स्थान क्या ही मन भावने हैं. ഏറ്റവും ആദ്യം ഏദൻ തോട്ടത്തിൽ ബ്യൂട്ടി പാർലർ തുടങ്ങിയത് ആരാണെന്ന് അറിയാമോ? പിശാച, പാമ്പ.
और सबसे पहले आदन की वाटिका में ब्यूटी पार्लर किसने खोला है? वो शैतान ने खोला है। ഹവ്വയോട് പറയുക, തിന്നരുതെന്ന് പറഞ്ഞ ഈ പഴം കഴിച്ചാൽ നിനക്ക് സൗന്ദര്യം ഉണ്ടാവും. और जो हवा से प्रभु ने कहा था कि ये फल मत खाना, उसे शैतान कहता है तू अगर इसे खाएगी तो सौंदर्य प्राप्त करेगी। ഈ പഴം കഴിച്ചാൽ നിന്റെ മുഖം ദൈവരൂപത്തിൽ ദൈവത്തിന്റെ മുഖത്തോടെ ശോഭയുള്ളതായി മാറും. और शैतान इस प्रकार कहता है अगर इस फल को तू खाएगी तो तेरा चेहरा भी परमेश्वर के तेजोमय चेहरे के समान हो जाएगा। എന്റെ ചെറിയ ഒബ്സർവേഷനിൽ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, और मैंने जो थोड़ा चिंतित किया है उस बातों को मैं बताना चाहता ഇന്നത്തെ हूँ। കാലത്തും പഴങ്ങളാണ് മനുഷ്യന്റെ സൗന്ദര്യവർദ്ധനവിന്റെ ഏറ്റവും കൂടുതലുള്ള കാര്യങ്ങൾ. और आज के समय में भी जो फल और सब्जियां है वो ही मनुष्य के सौंदर्य को बढ़ाते हैं। നമുക്കറിയാം, ഈ ബ്യൂട്ടി പാർലറിന്റെ ഫ്രണ്ടിൽ കൂടെ പോയവർക്കറിയാം, കണ്ണിൽ ഏറ്റവും കൂടുതൽ അരിഞ്ഞു വെക്കുന്ന തന്നെ വെള്ളരിക്കയാ. और ये ब्यूटी पार्लर के आगे से जाने वाले सब लोग जानते हैं कि आंखों के जो है डार्क सर्कल दूर करने के लिए जो खीरे को लगाते हैं। പപ്പായ നടുവേ കീറി മുഖത്തിന്റെ ചെള്ളയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. और जो पपीता को बीच में से जो फाड़ कर और जो है गालों में चिपका देते हैं। ക്യാരറ്റ് ഉരുളക്കിഴങ്ങെല്ലാം കൂടെ ചരണ്ടി മുഖത്ത് ഇങ്ങനെ സ്ക്രബിങ് ചെയ്യും. और जो गाजर और आलू सब जो स्क्रब के समान यूज करते हैं। ഓർത്തു നോക്കണം, ഏദൻ പൂങ്കാവനത്തിൽ പഴം ചായച്ചു കൊടുത്തിട്ട് ഹവ്വയോട് പറഞ്ഞു, നിനക്ക് സൗന്ദര്യം വേണോ, ഈ പഴം തിന്നോണം. और आप सोच कर देखिए कि आदन की वाटिका में वो फल दिखाते हुए शैतान कहता है अगर तुझे सुंदरता चाहिए तो ये फल तुझे खाना ഇന്ന് പകൽ എനിക്ക് पड़ेगा। ദൈവമക്കളോട് പറയാനുള്ള കാര്യങ്ങൾ ഇതാ. പുറമേ ഉള്ള സൗന്ദര്യത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. തിരുവചനം പറയും, യാക്കോബേ നിന്റെ കൂടാരത്തിൽ സൗന്ദര്യം എങ്ങനെ വന്നു എന്നുള്ളത് ഇന്ന് പകൽ ദൈവാത്മാവ് ഈ വചനത്തിൽ കൂടെ കയറ്റാൻ और ആഗ്രഹിക്കുന്നു. मैं परमेश्वर के लोगों से बाहरी सुंदरता के बारे में नहीं बोलना चाहता, बल्कि हे याकूब तेरे निवास स्थान कैसे मन भावने हो गए इसके विषय में बात करता हूँ। കർത്താവ് യേശു കാൽവറി കുലക്കളത്തിൽ കാൽവറി ക്രൂശിൽ വിരിഞ്ഞ മാർവിൽ കിടക്കുമ്പോൾ അവിടെ നിന്ന് പറയുക, നിന്റെ മുഖത്തെ ശോഭ നഷ്ടപ്പെട്ടല്ലോ, നീ വിരൂപമായി പോയല്ലോ എന്ന് കൂടെ നിൽക്കുന്നവർ പറയുക. और जब हमारे प्रभु यीशु मसीह क्रूस की उस मृत्यु में थे तो उसके साथियों ने कहा कि हे प्रभु तेरी जो चेहरे की सुंदरता जो है नष्ट हो गई और तेरा रूप जो है बहुत ही विरूप नजर आ रहा है। ദൈവത്തിന്റെ തേജസ് അവന്റെ മുഖത്തുനിന്ന് നഷ്ടപ്പെട്ടപ്പോൾ അവന്റെ സൗന്ദര്യം കുറയാൻ തുടങ്ങി. और परमेश्वर का तेज जब उसके चेहरे से नष्ट हो गया तो उसका जो है रूप कुरूप हो गया। ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവ പൈതലിനോടും ദൈവവചനത്തിൽ ദൈവാത്മാവ് പറയുക, നിന്റെ വീടിന്റെ സൗന്ദര്യം നിശ്ചയിക്കുന്നത് നിന്റെ ആത്മീക വർദ്ധനവാ. और आज आमेन। जो है मैं यहाँ बैठे हुए प्रत्येक परमेश्वर के लोगों से हालेलुया। ये कहना चाहता हूँ, अगर आपके घर की सुंदरता बनी होनी चाहिए वो आपकी आत्मिकता पे निर्भर है। ഈ പുറമേയുള്ള സൗന്ദര്യത്തിന് വേണ്ടി എത്രത്തോളം പണം ചിലവിട്ടാലും നിന്റെ വീടിനകത്ത് സൗന്ദര്യമില്ലയോ, നീ വെറും അസാധുവായ വ്യക്തിയാ. और अगर आप बाहरी सुंदरता में हालेलुया। कितने भी पैसे खर्च कर ले, लेकिन अगर आपके भवन के अंदर सुंदरता नहीं है तो कोई भी आपको जो है लाभ नहीं है। പത്രോസ് എഴുന്നേറ്റ് നിന്നു, 3000 പേര് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വളരെ ആനന്ദത്തിലേക്ക് കൂട്ടം പോയി. ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ നിന്റെ സൗന്ദര്യം വചനത്തിലാകട്ടെ. और पत्रोस जो है उठकर खड़ा हुआ और 3000 लोगों ने उद्धार पाया, बपतिस्मा लिया। तो तुम्हारा पहला उद्देश्य होना चाहिए कि आत्मिक बढ़ोतरी। രണ്ടാമത്തെ നിന്റെ സൗന്ദര്യം എവിടെയാകണമെന്ന് അറിയാമോ? സ്തേഫാനോസിന്റെ മുഖത്തടങ്ങളിലേക്ക് കരിങ്കൽ ചീളുകൾ വലിച്ചെറിയുമ്പോൾ സ്തേഫാനോസിന്റെ മുഖം ദൈവ തേജസ് കൊണ്ട് മിന്നിയെങ്കിൽ ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത് നിന്റെ സൗന്ദര്യം ദൈവ തേജസ് കൊണ്ടുള്ള സൗന്ദര്യമായി മാറട്ടെ. और स्टेफानोस जो है उसके मुख पे एक हालेलुया। चमक था और लोग जब उसे पत्थर मार रहे थे तो उसका जो चमक था वो परमेश्वर के समान था। तो उसके समान हमारा सुंदरता होना അവിടെ चाहिए। നിന്നവരെല്ലാം കരിങ്കൽ ചീളുകൾ വാരിക്കൂട്ടി സ്തേഫാനോസിന്റെ നെറ്റിത്തടങ്ങളിലേക്ക് വലിച്ചെറിയുമ്പോൾ സ്തേഫാനോസ് കാണുന്നത് തുറന്ന സ്വർഗത്തെയാ. ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളേ ഉള്ളൂ, നിന്റെ വീട് സൗന്ദര്യമുള്ളതായി മാറണമെങ്കിൽ, നിന്റെ കുടുംബം മനോഹരമുള്ളതായി മാറണമെങ്കിൽ അകത്ത് ദൈവവചനം കത്തണം.
और पहली बात ये हालेलुया। बताना चाहूंगा कि स्तिफानुस को जब लोगों ने पत्थरवाह किया था, उसके जो है हालेलुया, उसके जो माथे पे जब पत्थर मार रहे थे तो उसकी आंखें खुले हुए स्वर्ग की तरफ थी। उसी समान आपके भवन में भी जो है परमेश्वर का मनभावना निवास स्थान होना ഈ चाहिए। 2025 9 മാസം നമ്മെ വിട്ടുപോകുമ്പോഴും നിരുത്സാഹപ്പെടുത്തിയ വാക്കുകളുടെ മുൻപിൽ, പരിഹാസത്തിന്റെ വാക്കുകളുടെ മുൻപിൽ, തകർച്ചയുടെ വാക്കിന്റെ മുൻപിൽ നീ പതറാതെ ഇന്നുവരെ നിന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നിന്റെ അകത്തെ സൗന്ദര്യമാ. और ये जो हालेलुया। सितंबर का महीना हमें छोड़ के जा रहा है आमेन। और बहुत ही क्लेश, दुख, मुसीबत, परेशानी आपके जीवन में थी, लेकिन फिर भी आपने ठोकर खाए बिना इसलिए दृढ़ खड़े हैं क्योंकि वचन का जो दृढ़ता है वो आपके अंदर थी। ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, നിന്റെ ഭവനം മനോഹരവും സൗന്ദര്യമുള്ള ഭവനമാണോ? और यहाँ बैठे हुए लोगों से मैं पूछना चाहूंगा, क्या आपका घर एक सुंदर और मनोहर भवन है क्या? യാക്കോബേ, നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരമാ. याकूब, तेरे निवास स्थान क्या ही मन भावने ഇവിടെ हैं। ഇരിക്കുന്ന ഇൻഡിവിജ്വലായി ഓരോ വ്യക്തിയുടെ പേര് വിളിച്ച് ചോദിക്കട്ടെ, നിന്റെ ഭവനം മനോഹരമുള്ള ഭവനമാണോ? और यहाँ बैठे हुए व्यक्तिगत रूप में हर एक व्यक्ति से मैं पूछना चाहूंगा, क्या आपके भवन जो है मन भावने हैं? ഭവനത്തിന്റെ പെയിന്റോ കളർ പോലെ മിന്നിമറയുന്ന ലൈറ്റുകളല്ല നിന്റെ കുടുംബത്തെ മനോഹരമാക്കുന്നത്. ഒന്ന്, നിന്റെ മുഖത്തെ ദൈവ തേജസ്. രണ്ട്, നിന്റെ ആരാധന. ഇതാകട്ടെ നിന്റെ കുടുംബം മനോഹരമുള്ളതായി മാറുന്നത്. और भवन का जो है चकाचौंध या लाइट या उसका जो है पेंट उसको मन भावने नहीं बनाते, बल्कि उस भवन में आपके जो चेहरे का तेज है और परमेश्वर की आराधना आप कैसे करते हैं वो उसे मन भावने बनाते हैं। എല്ലാ മാസവും പണം മുടക്കി മുഖം തേച്ചു മിനുക്കുന്നവരോട് ഇന്ന് പകൽ ദൈവാത്മാവിന് പറയാനുള്ളത്, നീ എത്രത്തോളം നിന്റെ മുഖം തേച്ചു മിനുക്കിയാലും നിന്റെ വീടിനകത്ത് സൗന്ദര്യമില്ലെങ്കിൽ എന്താ പ്രയോജനം? और हालेलुया। हर महीने जो लोग अपने चेहरे की स्तोत्रम। चमक बढ़ाते हैं उन लोगों से मैं बोलना चाहूंगा, अगर आपके घर में ही सौंदर्य नहीं है तो क्या लाभ है? ഈ ബാരാക്ക് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ കേട്ടു. ബാരാക്ക് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. और आपने क्या बाराक के बारे में सुना है? उस व्यक्ति के बारे में। ബാരാക്കിന്റെ ഉള്ളിൽ നല്ല കാഴ്ചപ്പാടുള്ള മനുഷ്യനായിരുന്നു. और उस बाराक के अंदर एक अच्छा दृष्टिकोण था। ഇസ്രായേൽ മക്കളെ നന്നായി വെറുത്തവനായിരുന്നു ബാരാക്ക്. और बाराक इस्राएली लोगों से बहुत ही नफरत करता था। 22 അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. നമുക്കൊന്ന് ഒന്ന് 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 കയറി ചിന്തിച്ചു പോകാം. 22 അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. നമ്പേഴ്സ് 34 വാക്യം ഒന്ന് വായിച്ചു. 34. ഇത് ഒന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. യാത്ര പുറപ്പെട്ട് ഒന്ന് വായിച്ചു. യാത്ര പുറപ്പെട്ട് ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് ശ്രദ്ധിച്ചോണേ. ഇപ്പൊ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് യെരിഹോവിന്റെ സമീപത്തൂടെ ഇപ്പോൾ മോവാബ് സമഭൂമിയിൽ വന്ന് താമസിക്കുക. ശ്രദ്ധിച്ചോ. और यहाँ पे इसराइलियों ने कूच करके यरीहो के पास यरदन नदी के इस पार मोवाब के अरबा में डेरे खड़े किए हैं। ദയവായി നിങ്ങൾ ശ്രദ്ധയോടെ ആയിരിക്കണം. ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറാൻ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന ഒരു സന്ദേശമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ ഒരു മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. ഏറ്റെടുത്താൽ ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും ഉറപ്പായിട്ടും. और परमेश्वर के प्रिय लोगों, ये जो वचन है ये आज मैं प्रार्थना के साथ आपके सम्मुख लाया हूँ। इसको अगर आप अपने जीवन में रखेंगे तो जरूर आशीष को प्राप्त करेंगे। ദൈവിക വചനം കേട്ടു, ദൈവിക വാഗ്ദത്തം കേട്ടുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ യെരിഹോവിൽ നിന്നും പുറപ്പെട്ട് അവരിപ്പോ മോവാബ് സമഭൂമി വന്ന് നിൽക്കുന്ന ഇസ്രായേൽ മക്കളെ നിങ്ങൾ നോക്കിക്കേ. और यहाँ पे परमेश्वर की अगुवाई के अनुसार इसराइली कूच करके जो है मोवाब के अरबा में उन्होंने डेरे खड़े किए हैं। ശ്രദ്ധിച്ചോണം. ഇവർ ഇസ്രായേൽ മക്കൾ ഈ മോവാബിൽ വന്നു എന്നുള്ളത് ബാരാക്ക് അറിയുവാനിടയായി. और आप इसको सोच ले कि जब ये इसराइली वहाँ पे अरबा में आए हैं, मोवाब में आए हैं, तो बालाक ने इस बात को जान लिया है। ബാരാക്കിന് നല്ലതുപോലെ അറിയാം ദൈവം ഇവരുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഉറപ്പായിട്ടും ബാരാക്കിന് അറിയാം. और बालाक इस बात को भली भांति जानता था कि परमेश्वर इनके संग है। ബാരാക്കിന് നേരിട്ട് ഇവരെ പോയി അറ്റാക്ക് ചെയ്യാനുള്ള ആ മനക്കട്ടി ഇല്ലെന്നുള്ളതും
ബാരാക്കിന് നന്നായിട്ട് അറിയാം. और बालाक अच्छे से जानता था कि वो सामने से इनका सामना नहीं कर सकता था, उतना धैर्य उसके अंदर नहीं था. അങ്ങനെ ദൈവത്തെ ഏറ്റവും ഭയപ്പെടുകയും ഇസ്രായേൽ മക്കളെ ഏറ്റവും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനായ ബിലയാം ജീവിച്ചിരുന്ന ഒരു കാലം. लेकिन उस समय जो इसराइलियों को जो है बहुत ही आदर करने वाला एक बिलियाम जो है वहां पे जीवित था. ഈ ബാരാക്ക് എന്ത് ചെയ്യുന്നറിയാമോ? വളരെ വിദഗ്ധമായിട്ട് ഇവരുടെ ഭാഗത്തുള്ള ബിലയാമിനെ വിലയ്ക്ക് വാങ്ങാൻ തുടങ്ങി. और इस बालाक ने क्या किया, इनके साथ जो बिलियाम था उसको जो है उसने खरीद लिया. കുറെ പണം ഒരു കവറിനകത്ത് കയറ്റിയിട്ട് സേനാധിപനെ പറഞ്ഞയപ്പാനിടയായി തീർന്നു. ബിലയാമിന്റെ അടുക്ക് ചെന്നു. ബിലയാം കവർ തുറന്ന് നോക്കിയപ്പോൾ ഒറ്റക്കെട്ട് പണമുണ്ട്. ബിലയാമിനോട് ഇവൻ പറയുക, ബാരാക്ക് പറഞ്ഞു മോവാബ്യ സമഭൂമിയിൽ നിൽക്കുന്ന ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ നീ അവിടേക്ക് വരണമെന്ന് പറഞ്ഞു. അതിനുള്ള സമ്മാനമാണ് ഈ കവറിന്റെ അകത്തെ. और जो है राजा बालाक ने क्या किया कि एक अपने सेनापति के हाथ में कवर में कुछ रुपए डालकर बिलियाम से बोला कि इस्राएली वहां पे आएंगे और मैं तुझे ये पैसे इसलिए दे रहा हूँ, वहां जाके उन्हें श्राप तुझे देना है. വേണമെങ്കിൽ ഒറ്റ വാക്കിന് പറഞ്ഞു വിടാമായിരുന്നു, ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാ, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു വിടാമായിരുന്നു. പക്ഷേ ബിലയാം അധികം സംസാരിച്ചില്ല, മടങ്ങിപ്പോയി. വീണ്ടും എന്ത് ചെയ്യുന്നറിയാമോ? ബാരാക്കിനൊരു കാര്യം പിടികിട്ടി. സമ്മാനങ്ങളും പണങ്ങളും കൂടുതൽ കൊടുത്താൽ ഇവൻ മറിയുന്ന പ്രവാചകനാണെന്നുള്ളത് ബാരാക്ക് ഉറപ്പിച്ചു. और उस समय क्या हुआ कि बिलियाम ने कुछ भी कोई बात नहीं बोली और वो वापस वहां चला गया. इससे बालाक को समझ में आया कि अगर हम बहुत ही उपहार और पैसे देंगे तो कोई भी भविष्यवक्ता हमारे नीचे हो सकता ഞാൻ है. ഈ ചരിത്ര ഭാഗത്തോട് ആത്മീക ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. और मैं इस इतिहास के जो है आत्मिक दूत की तरफ प्रवेश कर रहा हूँ. രണ്ടാമത് കുറെ നാണയ തുട്ടുകളും സ്വർണ്ണാഭരണങ്ങളും വീണ്ടും കവറിന്റെ കനം കൂട്ടി ബാരാക്ക് വീണ്ടും ആളിനെ വിട്ടു. और दोबारा से जो बालक ने और कवर में और भी ज्यादा पैसे और सोने के टुकड़े भेज दिए. പ്രവാചകന്റെ മനസ്സൊന്ന് ഒന്ന് 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 ബാരാക്കിലേക്ക് അടുക്കാൻ തുടങ്ങി. और जो भविष्यवक्ता था उसका जो मन है वो बालाक की तरफ को फिरा. നമുക്കും അറിയാം, പ്രവാചകന്മാർ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരായാലും ദൈവദാസന്മാരായാലും പുരോഹിതന്മാരായാലും പട്ടത്തിലുള്ളവരായാലും സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ, സാമൂഹ്യ പശ്ചാത്തലങ്ങൾ നിൽക്കുമ്പോൾ സാമ്പത്തിക മേഖലയിൽ വീണുപോകുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. और हम जानते हैं आज के समय में भी चाहे कोई भविष्यवक्ता हो, पुरोहित हो, कोई पास्टर्स हो, वो अगर उनको कोई अच्छा श्रेष्ठ जो है उपहार और पैसे मिल जाएंगे तो उसमें वो गिर जाते हैं. കാശ് കൊടുത്ത് നല്ല പ്രവാചകനെ മോശ പ്രവാചകനാക്കി മാറ്റിയത് ഈ സമൂഹമാണ്. और पैसे देकर अच्छे भविष्यवक्ताओं को बुरा इसी समाज ने बनाया है. നമുക്കറിയാം, ദൈവദാസന്മാരും പ്രവാചകന്മാരൊക്കെ നമ്മുടെ ദൈവസഭയിൽ വരുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടല്ലേ, എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ വല്ലതും വെളിപ്പെട്ടോ എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. और जब मैंने कई बार ऐसे सुना है, हमारे कलीसिया में भी जब पास्टर और दूसरे अगवे लोग आते हैं, उन्होंने पूछा, पास्टर क्या आपको कुछ पता चला? വെളിപ്പെട്ടത് അവരോട് പറഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായിത്തീരും? और जो मुझे ज्ञात हुआ है अगर मैं उन्हें बोल दूंगा तो उनकी अवस्था क्या हो जाएगी? ആദ്യം നീ നിന്റെ കുടുംബവും അതാ എന്നെ വെളിപ്പെട്ടതെന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നില്ല എല്ലാ വിഷയവും. और अगर मैं उनसे कहूंगा पहले आप और आपके परिवार सुधर जाए, ऐसे बोलूंगा तो फिर वो मुझे क्या सोचेंगे? ഈ പ്രവാചകൻ ഒന്നും വയ്യാത്ത അവസ്ഥയിലേക്ക് മനം മാറുവാനിടയായി തീർന്നു. और ये प्रवाचक जो था वो किसी भी रीति से नहीं था, ऐसे मन में आ गया. ഇന്ന് പകൽ ഓർത്തോണം, സ്റ്റേജിൽ വിളിക്കുന്ന വ്യക്തിയല്ല നിനക്ക് മുഖ്യം, നിന്നെ മിനിസ്ട്രിക്ക് വിളിച്ച വ്യക്തിയായിരിക്കണം ഒന്നാം സ്ഥാനം. और आज इस बात को जान ले, स्टेज में आगे किसने बुलाया ये आपके लिए महत्वपूर्ण नहीं होना चाहिए, बल्कि मिनिस्ट्री के लिए आपको किसने खड़ा किया है वो आपके लिए महत्वपूर्ण ഇന്ന് होना പകൽ നമ്മുടെ चाहिए. വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം. और आज सुबह के समय हमारे बुलाहट को, 2000 हमारे चुनाव को हम जो है स्थिर कर ले. ഈ 2025 അവസാന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. और ये 2025 साल के लास्ट में मैं सिर्फ यही बात आपसे बोलना चाहता हूँ. എന്റെ ഭവനം ആരാധന കൊണ്ട് സൗന്ദര്യമുള്ളതായി മാറണം. और हमारे भवन आराधना के साथ सौंदर्य पूर्वक हो जाए. എന്റെ നിവാസം
എൻ്റെ നിവാസം ദൈവ തേജസ് കൊണ്ട് മനോഹരമുള്ളതായി और മാറും. मेरी निवास स्थान परमेश्वर के तेज से जो है मन भावने हो जाए. ബിലയാം ഇങ്ങനെ നടന്ന് താഴ്വാരത്തിലേക്ക് ഇറങ്ങി വരികയാണ്. और बिलियाम ऐसे चलते चलते तराई की तरफ को आ रहा था. ബിലയാം ദൂരെ നിന്ന് നോക്കിയപ്പോൾ കുറെ ജനങ്ങൾ അവിടെ ഇങ്ങനെ പാളയം അടിച്ചിരിക്കുകയാണ്. और बिलियाम ने जब दूर से देखा तो बहुत सारे लोग सेना के साथ वहां थे. എന്താ സംഭവിച്ചെന്നറിയാമോ? ബിലയാം ദൂരെ നിന്ന് നോക്കിയപ്പോൾ കാണുന്നത് യാക്കോബിന്റെ നിവാസം, യാക്കോബിന്റെ വീടാ കാണുന്നത്. और जब बिलियाम दूर से देख रहा था तो याकूब का गृह उसे नजर आ रहा था. ബിലയാം അവിടെ നിന്ന് കൈകാലുകൾ വിറച്ചുകൊണ്ട് പറയുക, ബാരാക്കേ, യാക്കോബിന്റെ കൂടാരം മനോഹരമുള്ളതാ, യാക്കോബിന്റെ കൂടാരത്തിൽ ദൈവസാന്നിധ്യമുണ്ട്, എനിക്ക് ആ വീടിനെ പ്രാകാൻ പറ്റത്തില്ല. और वहां पे कांपते हुए बिलियाम इस प्रकार कह रहा है हालेलुया। कि राजा बाराक जो है याकूब के जो डेरे है वो मन भावने हैं, उसको मैं श्रापित नहीं कर सकता. യാക്കോബിന്റെ ബിലയാമിന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അവൻ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് എന്താണെന്നറിയാമോ? അതാ നമ്മുടെ കുറിവാക്യം, യാക്കോബേ, നിന്റെ കൂടാരങ്ങളും നിന്റെ നിവാസങ്ങളും എന്തോ മനോഹരമാണ്. और बिलियाम ने जो है दूर से कांपते हुए जब याकूब के डेरों को देखा तो आमेन। कांपते हुए वो कहता है, याकूब तेरे निवास स्थान क्या ही मन भावने हैं. यही आज का हमारा वचन നിന്നെ है. പ്രാകാൻ വരുന്നവന്റെ നാവിൽ നിന്നും നിന്റെ കൂടാരത്തിന്റെ അരികിൽ വരുമ്പോൾ അനുഗ്രഹത്തിന്റെ വചനം ഉണ്ടാകണം. और आपको श्राप देने वाले व्यक्ति जो आपके सामने आ रहा है, आपके भवन को देख के वो लोग आशीष को देना है. നിന്നെ തകർക്കാൻ വരുന്നവരുടെ നടുവിൽ നിന്റെ ഭവനത്തിന്റെ മുൻപിൽ വരുമ്പോഴേ പറയണം, ഇതിനകത്ത് നീ കേറാൻ പറ്റത്തില്ല, ഇതിനകത്ത് ആരാധനയുടെ സൗന്ദര്യമുണ്ട്. और आपको गिराने के हालेलुया। लिए जो आपके भवन के सामने आते हैं वो इस प्रकार कहना है कि इस भवन को हम गिरा नहीं सकते, क्योंकि आराधना का सामर्थ्य इस भवन में है. ബാരാക്കിന് മുൻപിൽ കൈകൂപ്പിക്കൊണ്ട് ബിലയാം പറയുകയാ, എനിക്ക് അവരെ തൊടാൻ പോലും പറ്റത്തില്ല, കാരണം അവരുടെ സർവശക്തനായ ദൈവം അവരുടെ നിവാസത്തെ കവർ ചെയ്തിരിക്കുക. और बालाक के सामने बिलियाम कहता है कि मैं उन्हें छू भी नहीं सकता, क्योंकि उनके सर्वशक्तिमान परमेश्वर ने उसके निवास स्थान को जो है घेरे रखा है. അപ്പോസ്തലനായ പൗലോസ് പറയുകയാ, എന്റെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചാലും എന്റെ അകമേ ഉള്ള മനുഷ്യൻ നാൾക്കുനാൾ സൗന്ദര്യമുള്ളവരായി മാറുകയാ. और जैसे प्रेरित पौलुस कहता है कि मेरा बाहरी मनुष्य आमेन। अगर सड़ भी जाए लेकिन मेरा अंदर का मनुष्य बल प्राप्त करेगा और प्रभु के सौंदर्य में होगा. നിന്റെ പുറമേ ഉള്ള മനുഷ്യനെ സൗന്ദര്യമുള്ളതാക്കി മാറ്റുന്നത് അകത്തെ മനുഷ്യന്റെ തേജസ്സാണ്. और आपके जो है बाहरी मनुष्य के सौंदर्य को आपका अंदरी मनुष्य तेजस से भर देता है. ബാരാക്കിനോട് പറയും, എനിക്ക് അവരെ തൊടാൻ പറ്റത്തില്ല, കാരണം യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേൽ, നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരമാ. और जो है बिलियाम बोलता है कि बाराक से बोलता है कि मैं उनको नहीं छू सकता, क्योंकि याकूब के जो निवास स्थान है वो क्या ही मन भावने हैं. അതിന്റെ 8ാമത്തെ വാക്യം, verse 8 വായിച്ചു നിർത്താം. 8 കണ്ടോ? ബാരാക്കിനോട് ചെന്ന് രണ്ടാമത്തെ റിസൾട്ട് പറയുക, ബാരാക്കേ, നീ തന്ന പണം എൻ്റെ കൈവശമുണ്ട്, അത് ഞാൻ 1 രൂപ പോലും ചെലവിട്ടിട്ടില്ല, പക്ഷെ എനിക്ക് അവരെ തൊടാൻ പറ്റത്തില്ല. കാരണം എന്നറിയാമോ? ആ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് കാട്ടുപോത്തിനെക്കാട്ടിലും ബലമുണ്ട്. और वो बिलियाम कहता है कि बाराक, जो आपने मुझे पैसे दिए वो मेरे पास है, मैंने खर्च नहीं किए, लेकिन उनको मैं नहीं छू सकता, क्योंकि जंगली सांडों के समान उनमें सामर्थ्य है. നമുക്കറിയാം, കാട്ടിലെ രാജാവല്ലേ സിംഹം. और हम जानते हैं जंगल का राजा है शेर. എന്നാൽ അലറി നിൽക്കുന്ന ഒരു കാട്ടുപോത്തിന്റെ മുൻപിലേക്ക് ഒരു സിംഹം ചെന്ന് നിന്ന് നോക്ക്, കൊമ്പിലെടുത്ത് തൂക്കിയെറിയും. लेकिन अगर जो है ललकार में आए हुए जंगली सांड के सामने अगर सिंह आएगा तो उसको सींग से वो पकड़ के घुमा के मार डालेगा. ശൗര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാട്ടുപോത്തിന്റെ അരികിലേക്ക് ഒറ്റ മൃഗങ്ങൾക്ക് ചെല്ലാൻ പറ്റത്തില്ല, കാരണം അത് കൊമ്പിൽ കുരുക്കിയെടുത്തെറിയും. और जो ऐसे गुस्से में जो ऐसे जंगली सांड होते हैं उनके सामने एक भी शेर नहीं आ सकता, क्योंकि उसको घुमा के वो मार डालेंगे. ബാരാക്കിനോട് ബിലയാം ചെന്ന് പറയുക, അവരിപ്പോൾ കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ളവരാ, അവരുടെ കൂടാരം പോയിട്ട് അവരുടെ ഏരിയയിൽ പോലും അടുക്കാൻ പറ്റത്തില്ല, കാരണം ദൈവ സാന്നിധ്യം അവരുടെ ഭവനങ്ങളിലുണ്ട്. और
और जो है वो बिलियाम बालाक से बोलता है कि मैं उनके जो है शाप नहीं दे सकता, बल्कि उनके डेरों के पास भी नहीं आ सकता, क्योंकि परमेश्वर ने उन्हें घेरे रखा है। കാരണം സന്ധ്യയ്ക്കുള്ള യാക്കോബിന്റെ വീട്ടിലെ സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥന क्योंकि जो याकूब के भवन में जो शाम को प्रार्थना होती है മക്കളെ എല്ലാം കൂട്ടി നിർത്തി രാവിലെയുള്ള അവരുടെ ആരാധന और बच्चों को लेकर सुबह जो उनके भवन में आराधना होती ഇതെല്ലാം है, കൂടെ കണ്ടു നിന്ന് ശപിക്കാൻ വന്ന ബിലയാം പറയുക എന്താണെന്നറിയാമോ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ കാരണം ദൈവ സാന്നിധ്യം അവരുടെ ഭവനത്തെയും നിവാസത്തെയും മനോഹരമാക്കിയിരിക്കുകയാണ്. और ये सब देख के बिलियाम कहता है कि उनके भवन से हम कुछ नहीं कर सकते, क्योंकि उनके भवन में परमेश्वर का तेजस भरा हुआ है। നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണോ, നിന്റെ വീട്ടിൽ സൗന്ദര്യത്തിന്റെ ആരാധന ഉണ്ടാകണം. आपके बच्चे आशीषित होना है तो आपके भवन में जो है सौंदर्य का आराधना होना है। മാർക്കറ്റ് പ്ലേസിൽ ചെന്നാലും മീറ്റിംഗ് പ്ലേസിൽ ചെന്നാലും എൻ്റെ മേലും നിങ്ങളുടെ മേലും കിടക്കുന്ന സൗന്ദര്യം തിരിച്ചറിയണമെങ്കിൽ അകത്ത് ആരാധന ഉണ്ടാകണം. और मार्केट प्लेस में जाए या मीटिंग प्लेस में जाए, लेकिन आपके अंदर की सौंदर्यता को जानने के लिए आपके अंदर आराधना होनी चाहिए। ഇന്ന് പകൽ അതാ ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. और आज सुबह के समय परमेश्वर हमसे यही चाहता है, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ ഇതുവരെ നാം നിൽക്കുന്നത്. और परमेश्वर की कृपा और अनुग्रह है जो अभी तक हम खड़े हुए हैं। അതിന് 21ാമത്തെ വാക്യം വായിക്കുന്നു. 21ാമത്തെ വാക്യം 23 വേഴ്സ് 21. ആ രാജകോല അതിന്റെ ഓർത്തണം, യാക്കോബിൽ തിന്മ കാണാനില്ല. ഇത്രയേ ഉള്ളൂ. ബിലയാം പറയുകയാ, അവരിലൊരു കഷ്ടത ഞാൻ കാണുന്നില്ല, അവരിലൊരു ക്ലേശം ഞാൻ കാണുന്നില്ല, ഒറ്റ കാര്യം ഞാൻ കാണുന്നു, ദൈവമായ യഹോവ അവരുടെ കൂടെയുള്ളത് ഞാൻ കാണുന്നു. और बिलियाम इस प्रकार कह रहा है, उसने याकूब में अनर्थ नहीं पाया, इस्राएल में अन्याय नहीं देखा, क्योंकि उनका परमेश्वर यहोवा उनके संग है। ഇന്ന് പകൽ ഓർത്തോണം, നിന്റെ കൂടാരത്തിൽ യഹോവയുണ്ടോ? और आज सुबह के समय सोच कर देखें, क्या आपके भवन में परमेश्वर है? നിന്റെ ജോലിയിൽ യഹോവയുണ്ടോ? आपकी नौकरी में परमेश्वर है क्या? നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ ദൈവ സാന്നിധ്യം ഉണ്ടോ? आप जिस वाहन से यात्रा करते हैं उसमें परमेश्वर है क्या आपके साथ? ബിലയാം പറയുന്ന വാക്കാ, യാക്കോബിന്റെ കൂടാരങ്ങളിൽ കഷ്ടതയോ അകൃത്യങ്ങളോ ഒന്നും ഞാൻ കാണുന്നില്ല, പക്ഷേ സ്വർഗത്തിലെ ദൈവം അവരുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നു. और बिलियाम इसलिए इस प्रकार कहता है कि स्वर्ग का परमेश्वर उनके साथ है, तो मैं उनके अंदर कोई अनर्थ अन्याय नहीं देख रहा। തലമുറയുടെ വിഷയത്തിന് മാറ്റം വേണമോ? बच्चों के जीवन में आपको जो है एक बदलावट की जरूरत है क्या? ജോലിയിൽ ഒരു വിശാലത വേണോ? आपकी नौकरी में क्या आप एक विशालता को चाहते സാമ്പത്തിക हैं? മേഖലയിൽ മാറ്റങ്ങൾ വേണോ? आपकी आर्थिक बातों में क्या आप जो है बदलाव चाहते हैं? കുറുക്കു വഴികളൊന്നുമില്ല, നിന്റെ കുടുംബം ദൈവത്തെ ആരാധിച്ചേ പറ്റൂ. और छोटे छोटे जो है रास्ते नहीं है उसके लिए നമ്മുടെ ഭവനങ്ങൾ ആരാധനയുള്ള ഭവനങ്ങളായി മാറണം. हमारे सबके भवन आराधना वाले भवन हो जाए। ഒരുപാട് കാര്യങ്ങൾ അതിൽ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു നിർത്തുക. യാക്കോബിന്റെ അരികിൽ വന്നു നിൽക്കുന്ന, കൈ വിറച്ചുകൊണ്ട് നിൽക്കുന്ന പ്രവാചകൻ പറയുക, എൻ്റെ കണ്ണുകൾ നിറയുന്നു, കാരണം ഇത്രത്തോളം പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടായിട്ടും, ഇത്രത്തോളം പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും, യാക്കോബിന്റെ വീടിന്റെ അന്തരീക്ഷത്തിൽ നിന്നും ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ബിലയാം പറയുക, എനിക്കിവരെ ശപിക്കാൻ പറ്റത്തില്ല, കാരണം അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സഭയാ, അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥിക്കുന്ന കൂട്ടമാണ്. और बिलियाम कहता है, इतने क्लेश होने के बाद भी, इतनी परेशानियां होने के बाद भी इस भवन में आराधना की कोई कमी नहीं हुई। ऐसे कांपते हुए वो भविष्यवक्ता कह रहा है कि मैं इनको शाप नहीं दे सकता, क्योंकि परमेश्वर इनके संग है। ആ ദൈവത്തിന്റെ കരുതലിലേക്ക് ഇന്ന് പകൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. और उसी परमेश्वर की संगति में आज सुबह के समय हम अपने आप को दे दें। കർത്താവേ, നിന്റെ ആലയം എത്ര മനോഹരമാണ്. परमेश्वर आपके जो है भवन क्या ही मन भावने हैं।